നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യയെ നിർവചിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന നിലയിൽ. ഒരു സ്റ്റേറ്റ് ഒരു യൂണിയൻ്റെ ഘടകകക്ഷികൾ, ഘടക വിഭാഗങ്ങൾ എന്ന നിലയിൽ എന്നതിനേക്കാൾ അപ്പുറം സംസ്ഥാനങ്ങളുടെ, സ്റ്റേറ്റുകളുടെ ഒരു സംയോജിത രൂപമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ഇന്ത്യയെ നിർവചിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പലരും വളരെ അതിശയപൂർവ്വം പറയാറുള്ള ഒരു കാര്യം, ഭാഷാപരമായി, സാംസ്കാരികമായി, ചരിത്രപരമായി ഒക്കെ വളരെയേറെ വൈജാത്യങ്ങളുള്ള, വ്യത്യസ്തതകളുള്ള ഈ രാജ്യത്തിനെ ഈ വൈജാത്യ ഘടകങ്ങളെ ഒട്ടിച്ചു ചേർന്നിരിക്കുന്ന പശ എന്താണ് എന്ന് പല ആളുകളും അതിശയിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു വ്യത്യസ്ത സാംസ്കാരിക ധാരകളുടെ ഒരു സമുച്ചയമായി വർത്തിക്കുന്ന ഇന്ത്യ, അത് ഇന്ത്യയായി തുടരുന്നത് അതൊരു ഫെഡറൽ സംവിധാനമായി നിലനിൽക്കുന്നതുകൊണ്ട് ഒരു യൂണിറ്ററി സ്റ്റേറ്റായിട്ടല്ല ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ച ആളുകൾ, ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളുകൾ ഇന്ത്യയെ സങ്കല്പിച്ചത് ഒരു യൂണിറ്ററി സ്റ്റേറ്റ് എന്ന നിലയിലല്ല. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും പരമാധികാരത്തിനും ഒപ്പം ഫെഡറലിസവും വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഫെഡറൽ ഘടനയ്ക്ക് ഭംഗം വരാവുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ, ഭരണകൂടത്തിൻ്റെ നടപടികൾ ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു രാത്രിയിൽ പാർലമെൻറ്റ് സമ്മേളിച്ചിട്ടാണ് സംസ്ഥാനങ്ങളുടെ നികുതി പിരിക്കാനുള്ള അവകാശങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന GST പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. നിരവധി കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ 17-ാം തീയതി ലോകസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിയമം 129-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ നിയമം, അത് ഈ ഫെഡറൽ ഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിനെ ലംഘിക്കുന്നതാണ് എന്ന് ജനാധിപത്യ ബോധമുള്ള ആർക്കും സംശയമുണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യ അതിൻ്റെ പ്ലൂറൽ സ്വഭാവങ്ങളുണ്ട്. അതിൻ്റെ വൈവിധ്യങ്ങൾക്ക് സഹവർത്തിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നായതുകൊണ്ട് കഴിഞ്ഞ 75 വർഷമായി നിലനിന്നു പോരുന്ന രാജ്യമുണ്ട്. ഈ വൈവിധ്യങ്ങളെ സഹവർത്തിക്കാനുള്ള ഈ സാഹചര്യം എന്ന് നഷ്ടപ്പെടുന്നുവോ അതോടുകൂടി ഇന്ത്യ ഇന്നത്തെ രൂപത്തിൽ നിലനിൽക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുക എന്ന ആശങ്ക ജനാധിപത്യ ബോധമുള്ളവരിൽ എല്ലാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ പുതിയ നിയമം, പുതിയ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ശ്രമം, ഇത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ മരണമണിയാണ് എന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഭാഷണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ പ്രഭാഷണത്തിൽ അതിൽ സംസാരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ജി മോഹൻ ഗോപാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ അക്കാദമിയുടെ ഡയറക്ടറായിരുന്നു. അതുപോലെ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ലോ സ്കൂൾ, ഇന്ത്യ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്നു. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഭരണഘടനാ വിദഗ്ധന്മാരിൽ പ്രമുഖ സ്ഥാനത്താണ് ശ്രീ ഡോക്ടർ മോഹൻ ഗോപാലിൻ്റെ സ്ഥാനം. അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് മാത്രമല്ല, നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച്, ശ്രീനാരായണ ദർശനത്തെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യയുടെ സാമൂഹ്യ അവസ്ഥയെ പുരോഗമനപരമായി പരിവർത്തിപ്പിക്കേണ്ടത് ഏത് ദിശയിലാണ് എന്ന കാര്യത്തെ സംബന്ധിച്ചും മൗലികമായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പ്രാപ്തിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും കേൾക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അദ്ദേഹമാണ് ഒന്നാമത്തെ പ്രഭാഷണം നടത്തുന്നത്. രണ്ടാമത് നമുക്കറിയാവുന്നതുപോലെ ഏവർക്കും പരിചിതനായിട്ടുള്ള MG രാധാകൃഷ്ണനാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിലൊക്കെ വളരെ വർഷങ്ങളായി നാം അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് പ്രഗത്ഭമതികളാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടത് കാലിക പ്രസക്തമാണ്, എന്തുകൊണ്ടത് രാഷ്ട്രീയ പ്രസക്തമാണ്, എന്തുകൊണ്ട് ഇത് ഇന്ത്യ എന്ന ഈ എൻറ്റിറ്റിയുടെ രാഷ്ട്ര സ്വത്വത്തിൻ്റെ നിലനിൽപ്പുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാകുന്നു എന്ന കാര്യവും ഗൗരവപൂർവ്വം നോക്കിക്കാണുന്ന ഒരു സദസ്സാണ് എനിക്ക് മുന്നിലുള്ളത് എന്ന് എനിക്കറിയാം. നമുക്ക് ഇവരുടെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ആദ്യമായി
പ്രൊഫസർ ഡോക്ടർ ജി മോഹൻ ഗോപാലിനെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഭയങ്കര സൗണ്ട്, അതാണ് ശബ്ദം കേൾക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഇത് ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ വേണുഗോപാൽ, ശ്രീ ശിവപ്രസാദ്, ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ വളരെ വളരെ സുപ്രധാനമായ ഈ വിഷയത്തിൽ ഈ ഒരു ചർച്ച നടത്താൻ ഒരു അവസരം തന്നതിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ശ്രീ എൻ ജി രാധാകൃഷ്ണനും സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു ഇന്ററാക്ഷൻ നടത്തുന്നത് എനിക്കൊന്നത് ആദ്യമായിട്ടാണ് ഒരു കാര്യമായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച ഈ വിഷയത്തിനെ കുറിച്ച് നടത്തുന്നത്. വളരെ അത്യാവശ്യമാണ്. ഞാനൊരു ലെക്ചറിനല്ല, ചില എൻ്റെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ഇവിടെ നിന്ന് കിട്ടുന്ന കോമൻസിൽ നിന്നും ശ്രീ രാധാകൃഷ്ണൻ്റെ പ്രസംഗത്തിൽ നിന്നും ഞാൻ ഒരുപാട് പഠിക്കും എനിക്കറിയാം. ഈ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് വളരെ വളരെ നെഗറ്റീവായിട്ട് കണ്ട് ഓളിഗാർക്കിയെ കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആംഗ്ലിസൈസ്ഡ് മലയാളത്തിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ചു കൊല്ലണം എന്നൊരു പോസ്റ്റ് 2 ദിവസം മുമ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാകുന്നതിന് മുമ്പ് അല്ല, ആംഗ്ലിസൈസ്ഡ് മലയാളം ഞാൻ കുറേ വർഷങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും പുറത്ത് വർക്ക് ചെയ്യുന്നു. ആംഗ്ലിസൈസ്ഡ് നല്ല മലയാളം അല്ല എന്നാണ് മലയാളം ദുർബലമാണ് എന്നുകൊണ്ട് ആണ് സത്യം. പക്ഷെ ഈ പറയുന്ന ആൾ ആംഗ്ലിസൈസ്ഡ് എന്നുള്ളത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അത് കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആംഗ്ലിസൈസ്ഡ് മലയാളത്തിൽ എന്നെ കൊല്ലൂ എന്നുള്ളൊരു ഭീഷണി പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. സാരമില്ല, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഈ ആംഗ്ലിസൈസ്ഡ് മലയാളമല്ല, ദുർബല മലയാളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. വളരെ നല്ലോണം സംസാരിക്കുന്ന മിസ്റ്റർ എൻ ജി രാധാകൃഷ്ണനും ബാക്കി എല്ലാവരും ഉള്ളൂ. അതിന് മുമ്പിൽ വെച്ച് എൻ്റെ ഈ ഭാഷാ കഴിവുകൾ വളരെ പരിമിതമാണ്. ആദ്യം നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തുടങ്ങിയിട്ട് പിന്നെ എന്താണ് ഇത് ചെയ്യുന്നത് അതിലേക്ക് വരാം, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വരാം. ആദ്യം നമ്മൾ ഈ 1 നേഷൻ 1 ഇലക്ഷൻ, അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ON OE എന്നാണ്, 1 നേഷൻ 1 ഇലക്ഷൻ. അത് ഒന്നിച്ച് വായിച്ചാൽ ഓ നോ എന്നാണ്. അതായിരുന്നു എൻ്റെ ഒരു റിയാക്ഷൻ, ഓ നോ, ബിക്കോസ് ON OE. അത് അവർക്ക് ഒരു അത് ചിലപ്പോൾ ആരെങ്കിലും ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളായിരിക്കും ചിലപ്പോൾ ഈ ആക്ടറിനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഓ നോ ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇതിൻ്റെ ആദ്യത്തെ 2 വാക്ക് 1 നേഷൻ. അപ്പം നമ്മൾ പലപ്പോഴും മറന്നുപോകും ഈ 1 നേഷൻ പറഞ്ഞ ഇന്ത്യ എന്താണെന്ന്. നമ്മൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഇതിൻ്റെ വൈവിധ്യവും ഇതിൻ്റെ വിശാലതയും നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയിൽ ഏറ്റവും വലുതായ 10 സംസ്ഥാനങ്ങൾ എടുത്തിട്ട് ആ സംസ്ഥാനങ്ങളെ രാജ്യങ്ങളുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് UP ആണ്. UP പാകിസ്ഥാന്റെ സെയിം സൈസാണ്. ബീഹാർ ഓവർടേക്ക് ചെയ്തു മഹാരാഷ്ട്രയെ. അതാണ് ഈ ഇന്ത്യ ചൈനയെ ഓവർടേക്കിനെക്കാളും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ബീഹാർ മഹാരാഷ്ട്ര ഓവർടേക്ക് ചെയ്ത് നമ്പർ 2 ബീഹാർ എന്നാണ് പറയുന്നത്. ബീഹാർ ഈസ് ഈക്വൽ ടു ജപ്പാൻ. മഹാരാഷ്ട്ര നമ്പർ 3 ആണ്. മഹാരാഷ്ട്ര ഈസ് ഈക്വൽ ടു മെക്സിക്കോ പോപ്പുലേഷൻ. പിന്നെ ബാക്കി സ്റ്റേറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ ഈസ് ഈക്വൽ ടു ജർമ്മനി, ഗുജറാത്ത് ഈസ് ഈക്വൽ ടു UK, MP is equal to Turkey, West Bengal is equal to Egypt, Karnataka is equal to France, Tamil Nadu is equal to Thailand, Telangana is equal to South Korea.
ഇത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്റ്റേറ്റ്സിന്റെ പോപ്പുലേഷൻ എടുത്താൽ അത് USA പ്ലസ് റഷ്യയുടെ തുല്യമാണ്. അപ്പോ ജർമ്മനി, പാകിസ്ഥാൻ, ജപ്പാൻ, ഈജിപ്ത്, ടർക്കി, UK, മെക്സിക്കോ, സൗത്ത് കൊറിയ, ഫ്രാൻസ്, തായ്ലാൻഡ്, USA പ്ലസ് റഷ്യ, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഇന്ത്യ ഉണ്ടാകുന്നത്. ഒരു വ്യത്യാസമുള്ളൂ, അതിനേക്കാളും എല്ലാം വളരെ കൂടുതൽ കോംപ്ലക്സിറ്റിയും വൈവിധ്യവും ഇന്ത്യയിലുണ്ട് ആ രാജ്യങ്ങളെക്കാളും. ഈ എല്ലാ രാജ്യങ്ങളും വെച്ചാലും അതിനേക്കാളും കൂടുതൽ വൈവിധ്യവും കോംപ്ലക്സിറ്റിയും ഉള്ള ഒരു രാജ്യത്തിൽ വൺ നേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന് മുഴുവൻ ഡൽഹിയിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യണമെന്ന് സ്വപ്നം കണ്ട എനിക്ക് തോന്നുന്നു ഔറംഗസേബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഷായ്ക്ക് മുമ്പിൽ മറ്റൊരു ഷാ ഔറംഗസേബായിരുന്നു. ഷായുടെ ഷായും ഇവർ രണ്ടുപേരും ഈ സ്വപ്നം കാണുന്നു. അപ്പൊ ഇത് ഒരിക്കലും സാധ്യമല്ല. ഇത് ഔറംഗസേബ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ മുഗൾ സാമ്രാജ്യം തകർന്നുപോയി. നേരെ മറിച്ച് ഡൈവേഴ്സിറ്റിയുടെ ബേസിൽ എല്ലാവരെയും കൊണ്ടുപോകുന്ന ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഇവിടെ ഒരു സങ്കല്പം, ഇന്ത്യ എന്നുള്ള ഒരു സെക്യുലർ ഇൻക്ലൂസീവ് സങ്കല്പം വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു സങ്കല്പം വരുന്നത് അക്ബറിൽ നിന്നും. ആ അക്ബറിന്റെ സങ്കല്പത്തിൽ ഇന്ത്യ വളരെ ശക്തമായി, വളരെ സമൃദ്ധി ഉണ്ടായി, വളരെ മുന്നോട്ട് പുരോഗമിച്ചു. ഔറംഗസേബിന്റെ സെയിം മുഗൾ സാമ്രാട്ടുകളുടെ ഉള്ളിൽ ഔറംഗസേബിന്റെ സങ്കല്പത്തിൽ ഇന്ത്യ ഈ ഭൂഖണ്ഡം വളരെ പുറകോട്ട് പോയി. വീണ്ടും നമ്മൾ വാസ്തവത്തിൽ ഈ സർക്കാർ നമ്മളെ തിരിച്ച് അക്ബറിന്റെ സങ്കല്പത്തിൽ നിന്നും ഔറംഗസേബിന്റെ സങ്കല്പത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. അതിന്റെ ഒരു ഭാഗമാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ. എല്ലാം ഇത് കൺട്രോൾ ചെയ്യണമെന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ മുൻകണ്ടത് ഡോക്ടർ BR അംബേദ്കറാണ്. ഇത് പറയുന്നതുകൊണ്ടാണ് എന്നെ അടിച്ചു കൊല്ലണം എന്ന് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ എന്നെയല്ല കുറ്റം പറയേണ്ടത്, ഡോക്ടർ അംബേദ്കറാണ് കുറ്റം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണ്, ഒരു കാസ്റ്റ് ഓളിഗാർക്കിയാണ്. അതിന് പ്രതിവിധിയായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഓളിഗാർക്കി വരുന്ന രാജ്യങ്ങളെല്ലാം നശിക്കും. എന്ന് വെച്ചാൽ ഓളിഗാർക്കിയുടെ സർവൈവലിന് വേണ്ടി മാത്രമേ അവിടെ നയങ്ങളും നിയമങ്ങളും ഉണ്ടാവൂ. വേറെ ആരെയും ഒരു ചാലഞ്ചും ഇമർജ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാനാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി വേണമെന്ന് അദ്ദേഹം 1930 ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിനോട് ഡിമാൻഡ് ചെയ്തു. എല്ലാവർക്കും ഇലക്ടറൽ ഡെമോക്രസി വേണം. ഇന്ന് നമ്മുടെ ടോപ്പിക് ഇലക്ട്രൽ ഡെമോക്രസിയാണ്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു, ഇലക്ട്രൽ ഡെമോക്രസി മാത്രമല്ല, ഇലക്ട്രൽ ഡെമോക്രസി സക്സീഡ് ചെയ്യണമെങ്കിൽ ഡിപ്രസ് ക്ലാസസിന് വേണ്ടത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്, പ്രാതിനിധ്യ ജനാധിപത്യം. ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് ഉണ്ടായാലേ ഡെമോക്രസിയുടെ ആദ്യത്തെ ചുവടിൽ നമ്മൾ എത്തുള്ളൂ. വെറും ഇലക്ട്രൽ ഡെമോക്രസി അല്ല, സോഷ്യൽ ഡെമോക്രസി വേണം, ഇക്കണോമിക് ഡെമോക്രസി വേണം, പൊളിറ്റിക്കൽ ഡെമോക്രസി വേണം, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി വേണം. ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ മാത്രമേ ഡെമോക്രസി വരൂ. എന്ന് വെച്ചാൽ ഡെമോക്രസിയുടെ അർത്ഥം തന്നെ ഡീമോസ് എന്ന് വെച്ചാൽ സാധാരണക്കാർ, പ്രാക്ടോസ് എന്ന് വെച്ചാൽ പവർ. ഡെമോക്രസി എന്ന് വെച്ചാൽ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് കോമൺ പീപ്പിൾ. അതാണ് ഡെമോക്രസി. വെറും ഒരു 5 വർഷം വോട്ട് ചെയ്യുന്നതല്ല ഡെമോക്രസി. വോട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് സഫീഷ്യന്റ് ഫോർ എ ഡെമോക്രസി. അപ്പോൾ ഡോക്ടർ അംബേദ്കർ പ്രവചിച്ചതുപോലെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന 4 സമുദായങ്ങളാണ്. ഇന്ന് എല്ലാ സ്റ്റേറ്റിലും ഓരോ ഓളിഗാർക്കിയുണ്ട്. ആ ഓളിഗാർക്കികളാണ് എല്ലാം കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഓളിഗാർക്കികൾ പല സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് 75 വർഷമായി ഇന്ത്യ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശക്തി വാസ്തവത്തിൽ കൂടി വരികയാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഈ ജനാധിപത്യത്തിനെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയെ ഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇതാണ് പാകിസ്ഥാനിൽ ഉണ്ടായത്, ശ്രീലങ്കയിൽ ഉണ്ടായത്. ഒരു ഓളിഗാർക്കിക്ക് ഡെമോക്രസിയെ നിലനിർത്തിക്കൊണ്ട് ഒരു ഓളിഗാർക്കിക്ക് ഭരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ നാച്ചുറലി ഒന്നുകിൽ ഓളിഗാർക്കി തകരണം അല്ലെങ്കിൽ ഡെമോക്രസി തകരണം. അതുകൊണ്ട് അവർ എപ്പോഴും ഡെമോക്രസി അറ്റാക്ക് ചെയ്യാം. അപ്പൊ ആ ഡെമോക്രസിയുടെ അറ്റാക്കിന്റെ ഒരു ഭാഗമാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ. അതിന്റെ ഉത്ഭവം നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ
ഗോൾവൽക്കറിന്റെ റൈറ്റിംഗ്സിലാണ്. ഈ ബഞ്ച് ഓഫ് തോട്ട്സിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഡെമോക്രസി അറ്റാക്ക് ചെയ്യുന്നു. അദ്ദേഹം ഫ്രീഡത്തിന് അറ്റാക്ക് ചെയ്യുന്നു, ലിബർട്ടീനെ അറ്റാക്ക് ചെയ്യുന്നു. ഡെമോക്രസി ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്, അത് പാടില്ല, ഇവിടെ രാജഭരണമാണ് വേണ്ടതെന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. ഈ സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗോൾവൽക്കറിന്റെ അജണ്ടയാണ് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ മാനവധർമ്മശാസ്ത്രം, മനുവാദമാണെന്നൊക്കെ പറയുന്നത് ശരിയാണ്, അതൊരു ഐഡിയോളജിക്കൽ ബേസിസ് ആണ്. പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കൽ പൊളിറ്റിക്കൽ അജണ്ട വാസ്തവത്തിൽ ഗോൾവൽക്കറിന്റെ അജണ്ടയാണ്. അത് ഓരോന്നായിട്ട് ഇവര് ഇത് ബ്ലൈൻഡ്ലി ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഈ രാജ്യം തകർന്നു പോയാലും പ്രശ്നമില്ല, ഗോൾവൽക്കർ ഗുരുജിയുടെ അജണ്ട ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡെമോക്രസി അറ്റാക്ക് ചെയ്തത്. അപ്പൊ ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ ഇത് എന്താണ് ഇവിടെ നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അമെൻമെന്റിൽ കൂടെ പറയുന്നത്. ഒന്ന്, ഈ ലെജിസ്ലേച്ചറിന്റെയും പാർലമെന്റിന്റെയും ഡ്യൂറേഷന് മാറ്റം എന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് പാർലമെന്റും ലെജിസ്ലേച്ചറിനും 5 വർഷം ഡ്യൂറേഷൻ ഗ്യാരണ്ടി ചെയ്യും. ഇവര് പറയുന്നു ഈ 5 വർഷത്തിന്റെ ഉള്ളിൽ ഒരു മെജോറിറ്റി ഇല്ലാതെ വന്നാൽ ഒരു ഗവൺമെന്റ് ഐദർ ബിക്കോസ് ഒരു നോ കോൺഫിഡൻസ് മോഷൻ വരുന്നു, അത് ജയിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നു, ഒരു ഗവൺമെന്റ് വീണാൽ വീണ്ടും ഒരു ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷൻ അതിന്റെ ബാക്കിയുള്ള ഡ്യൂറേഷന് മാത്രമേ ആ ലെജിസ്ലേച്ചർ നിലനിൽക്കൂ. ആ ലെജിസ്ലേച്ചറിന്റെ ഡ്യൂറേഷൻ ഇപ്പം ആദ്യം ഒരു ഇലക്ഷൻ നടക്കുന്നു, 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് ആ സർക്കാർ വീഴുന്നു, ആർക്കും മെജോറിറ്റി കിട്ടുന്നില്ല, വീണ്ടും ഒരു ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷൻ ബാക്കിയുള്ള ഈ ലെജിസ്ലേച്ചറിന്റെ ടേമിന് മാത്രമേ അതിന്റെ ഡ്യൂറേഷൻ കാണുള്ളൂ. ആ ബാക്കിയുള്ള ടേം എന്തായിരിക്കും? അത് പാർലമെന്റിന്റെ ടേം അവസാനിക്കുന്ന ഡേറ്റ് ആയിരിക്കും ആ ബാക്കിയുള്ള ടേം. അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇപ്പൊ നമ്മളുടെ ജനങ്ങൾക്കുള്ള റൈറ്റ് എന്താണ്? ഈ ഓരോ സ്റ്റേറ്റിലും ഈ ഫെഡറലിസത്തിൽ പറഞ്ഞതുപോലെ ഈ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതാണ് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യത്തെ 10 വാക്കുകൾ ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഈ പ്രിയാമ്പിൾ കഴിഞ്ഞാലുള്ള ആദ്യത്തെ 10 വാക്കുകൾ ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അത് വളരെ മീനിങ് ഫുൾ ആൻഡ് പ്രൊഫൗണ്ട് ആണ്. വാസ്തവത്തിൽ ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതിന് ഈ ഓളിഗാർക്കി ഡോമിനേറ്റ് ചെയ്ത ജുഡീഷ്യറി ഇത് ക്വാസി ഫെഡറൽ ആണെന്നും ഫുള്ളി ഫെഡറൽ അല്ലാന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്നെങ്കിലും തുടക്കം മുതൽ ഇതിന്റെ ഇന്റൻഷൻ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ ഈ സ്റ്റേറ്റ്സ് ആയിരുന്നു തീരുമാനിക്കുന്നത് നമുക്കൊരു സർക്കാർ വേണോ വേണ്ടിയോ ത്രൂ ദർ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്. ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരു മെജോറിറ്റി ഉള്ള ഒരു ലെജിസ്ലേച്ചർ ഉണ്ട്, നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിലൂടെ ആ ഗവൺമെന്റിന് മെജോറിറ്റി സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഒരു കൺസെൻസസ് ഇല്ലെങ്കിൽ ആ സർക്കാരിനെ നമ്മൾ നിഷേധിച്ച അസംബ്ലിയെ തന്നെ ജനങ്ങൾ നിഷേധിക്കുകയാണ്. ഒരു പുതിയ ഇലക്ഷൻ നടത്തുന്നു ഒരു മാൻഡേറ്റിന് വേണ്ടി, ഒരു കൺസെൻസസിന് വേണ്ടി. അപ്പൊ നമ്മൾ ഈ കാണുന്നത് വാസ്തവത്തിൽ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡിസ്കോഴ്സിന്റെ ഭാഗമാണ് ഇലക്ഷൻ. ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സിന്റെ ഒരു വളരെ സെൻട്രൽ ഭാഗമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അല്ല വെറും ഒരു തെരഞ്ഞെടുപ്പല്ല. ഒരു സർക്കാർ വേണോ വേണ്ടയോ, അതിനെ നിലനിർത്തണോ, അതോ പുതിയ അസംബ്ലിയെ നിലനിർത്തണോ, പുതിയ ഇലക്ഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഡെമോക്രസിയിൽ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ ഒരു കൺസെൻസസ് ഇവോൾവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഇലക്ഷൻ തന്നെ. അപ്പൊ ഈ ഇലക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ നമുക്ക് തരുന്നത് എന്താ? നമ്മൾ ഇലക്ട് ചെയ്യുന്ന ഗവൺമെന്റിന് 5 വർഷം ഡ്യൂറേഷൻ ഉള്ള ഒരു ഇലക്ഷൻ നമുക്ക് തരുന്നു. അത് എന്റെ അഭിപ്രായത്തിൽ അതൊരു ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. പക്ഷെ ജുഡീഷ്യറി അത് പറയോ ഇല്ലയോ എന്ന് വളരെ നമുക്ക് ഒരു തീർച്ചയുമില്ല. പക്ഷെ എന്റെ മനസ്സിൽ വളരെ ക്ലിയർ ആണ്. ഞാൻ പോയി ഒരു ബാലറ്റ് ബൂത്തിൽ പോയി പോളിംഗ് ബൂത്തിൽ പോയി എന്റെ വോട്ട് ചെയ്താൽ, ഞാൻ വോട്ട് ചെയ്ത് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ 5 വർഷത്തേക്ക് ഒരു സർക്കാരിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അതിനേക്കാളും കൂടരുത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു, ഭരണമാറ്റത്തിന് വേണ്ടി. പക്ഷെ ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എത്ര വർഷത്തേക്കാണ് ഈ ലെജിസ്ലേച്ചർ നിൽക്കാൻ പോകുന്നത് എനിക്ക് യാതൊരു അഷ്വറൻസും ഇല്ല.
വാസ്തവത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പെട്ടെന്ന് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് താഴെയിടും. പൈസയൊക്കെ കൊടുത്ത് ED-യും IT-യും ഒക്കെ ഉപയോഗിച്ച് ഗവൺമെന്റിനകത്ത് താഴെയിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസിഡൻസ് റൂളാകും. പിന്നെ അതിന് 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലക്ഷൻ വന്നാലും പിന്നെ 2 വർഷത്തേക്ക് ആ സർക്കാർ നിൽക്കാനൊക്കെ. അപ്പോൾ വലിയ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും. ഒരു 5 വർഷത്തേക്ക് നിൽക്കുന്ന സർക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കാണും. ഈ 5 വർഷം എടുക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഒരു സമയം വേണ്ടേ? ആ സമയമില്ലാതെ 2 വർഷം മാത്രം ടെന്യൂറുള്ള ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി കാണില്ല. ആ സർക്കാരിന് ഒരുപാട് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് കാണും. പെട്ടെന്ന് പണം ഉണ്ടാക്കണം, കൈക്കൂലി വാങ്ങിക്കണം, 2 വർഷമേ ഉള്ളൂ നമുക്ക്. ഇനിയും ഒരിക്കലും പവറിൽ വന്നില്ലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ജാർഖണ്ഡിലൊക്കെ ഒരു MLA ഉള്ള പാർട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് ഒരു സർക്കാർ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ വെറും ഈ ബ്ലാക്ക് മാർക്കറ്റ് സ്റ്റേറ്റ് പവറിനെ വർദ്ധിപ്പിക്കുകയാണ് ഈ ടൈപ്പ് ഓഫ് അപ്രോച്ച്. മറിച്ച് ജനങ്ങളുടെ അടുത്ത് വന്ന് ഒരു പുതിയ ഒരു മാൻഡേറ്റ് ചോദിക്കുമ്പോൾ 5 വർഷം ഭരിക്കണം, അതിന് മാൻഡേറ്റ് തരൂ എന്ന് പറയുമ്പോൾ അതിന് ഒരു സീരിയസ്നെസ് ഉണ്ട്, അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. അത് എല്ലാവർക്കും പറയാൻ ഒക്കില്ല. അപ്പോൾ ഒരു ക്ലിയർ മാൻഡേറ്റ് ജനങ്ങളിൽ നിന്നും ഇമർജ് ചെയ്യും. അപ്പൊ ഈ 5 വർഷത്തെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സർക്കാരിനെ ഇലക്ട് ചെയ്യാനുള്ള നമ്മളുടെ അധികാരം എടുത്തു കളയുക സ്റ്റേറ്റ് ലെവലിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വീക്കാവും. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വീക്കായാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വീക്കാവും. അവരുടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നു. പ്രസിഡൻസ് റൂൾ കൊണ്ടുവരാൻ ഓപ്പർച്യൂണിറ്റി വരും. പിന്നെ ഇതാണ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ, ഈ ഡ്യൂറേഷൻ മാറ്റണമെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ അപ്രൂവലിന് ആവശ്യമില്ല എന്നാണ് ഈ റിപ്പോർട്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന്റെ അപ്രൂവലിന്റെ ആവശ്യമില്ല അത് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊരു അൺറീസണബിൾ ആർഗ്യുമെന്റ് അല്ല. പക്ഷേ രണ്ടാമത്തെ കാര്യത്തിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ആവശ്യമുണ്ട്. എന്താണ്? ഈ ഇലക്ടറൽ റോൾസ് മുഴുവൻ യൂണിയൻ ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന ഇലക്ഷൻസ്. യൂണിയൻ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഇൻഡിപെൻഡന്റും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കമ്മീഷനാണല്ലോ. അപ്പൊ അവരുടെ ഈ എല്ലാ സ്റ്റേറ്റിലെയും ഇലക്ടറൽ റോള് കൺട്രോൾ ചെയ്യാൻ പോകുന്നവരാണ്. അത് ആ അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാൻ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ അപ്രൂവൽ വേണ്ടി വരും എന്ന് അവർ പറയുന്നു. അപ്പൊ നമുക്കൊരു പോസിബിലിറ്റീസ് ഈ ആദ്യത്തെ പോയിന്റ് അമെൻമെന്റിൽ കൊണ്ടുവരും. പക്ഷേ രണ്ടാമത്തെ പോയിന്റ് അമെൻമെന്റ് കൊണ്ടുവരാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്ത്. പക്ഷെ ആദ്യത്തെ അമെൻമെന്റ് വന്നു കഴിഞ്ഞാലും നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഇപ്പൊ 26 ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ 26 വരുന്ന അസംബ്ലിക്ക് ഇവർ പറയുന്നത് പ്രകാരം അടുത്ത 25 ഈ അമെൻമെന്റ് പാസ്സായാൽ ഉടനെ അവർ ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. വീണ്ടും ഒരു ജനറൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. ലോക്സഭ ഇലക്ഷനും സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻസും ഈ ചില സ്റ്റേറ്റ്സിന് ഡിക്ലെയർ ചെയ്യും. പക്ഷേ അതിന്റെ ടേം 25 മുതൽ ആ പാർലമെന്റ് ടേം 25 മുതൽ 30 വരെ ആയിരിക്കും. അപ്പൊ 26 വരുന്ന കേരള അസംബ്ലിക്ക് 4 വർഷത്തെ ടേമേ കാണുള്ളൂ. പക്ഷേ ഈ പാർലമെന്റിന്റെ ടേമോടുകൂടി ആ അസംബ്ലിയുടെ ടേം കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള അസംബ്ലിക്ക് പാർലമെന്റുമായിട്ട് കോ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ടേം കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ ജനങ്ങളുടെ ജനാധിപത്യം അനുസരിച്ച് ജനാധിപത്യപരമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം നിലനിർത്തി ഒരു സ്റ്റേബിൾ ഡ്യൂറേഷൻ ഉള്ള ഒരു ലെജിസ്ലേച്ചർ ഇല്ലാതാക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതിന് വലിയ മൾട്ടിപ്പിൾ കോൺസിക്വൻസസ് ഉണ്ടാകും. നമുക്കിപ്പോൾ ശരിക്കും ഫുള്ളി ഇമാജിൻ ചെയ്യാൻ പോലും ഒക്കില്ല. പക്ഷേ പൊളിറ്റിക്സിന്റെ നേച്ചർ തന്നെ മാറും. ഈ ഷോർട്ട് ടേം പൊളിറ്റിക്സ് വളരെ സ്ട്രോങ് ആകും, വളരെ ഡോമിനന്റ് ആകും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ എലക്ഷൻസ് ഒന്നിച്ച് നടക്കുമ്പോൾ ഈ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് റിസോഴ്സസ് അല്ലേ ഉള്ളൂ. അത് മുഴുവൻ ഈ വലിയ പാർട്ടീസ് അബ്സോർബ് ചെയ്യും. അപ്പൊ അതിന്റെ ക്രൗഡിങ് ഔട്ട് ഓഫ് സ്മോളർ പാർട്ടീസ് ഉണ്ടാകും. പക്ഷെ എല്ലാ ഇലക്ഷൻസും ഒന്നിച്ച് നടക്കുകയാണ്. പിന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, ഈ CSDS ഒരു റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് അവർ പറയുന്നു,
ഈ എത്രയോ ഇലക്ഷൻ അനലൈസ് ചെയ്തപ്പോൾ ഈ പാർലമെന്റിലും ലെജിസ്ലേച്ചറിലും ഒന്നിച്ച് വോട്ട് ചെയ്യുമ്പോൾ ഈ റിസൾട്ടിൽ വലിയ വ്യത്യാസം വരുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അല്ല, മിക്ക സ്ഥലങ്ങളിലും. അപ്പൊ ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിട്ട് ഇവർ ഇത് കൊണ്ടുവന്നാൽ ഇവർ ഇതിന്റെ പുറകിലുള്ള ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ ഇപ്പൊ മോദിയുടെ ലീഡർഷിപ്പ് വീക്ക് ആകും. മോദിയുടെ പേരിൽ തന്നെ ജയിക്കാൻ ഒക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പെർഫോമൻസിന്റെ ബേസിസിൽ നാഷണൽ ഗവൺമെന്റ് ഈ നാഷണൽ ലീഡർഷിപ്പിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തിയാൽ BJPക്ക് നാഷണൽ ലെവലിൽ, ഞാൻ പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത്, ഞാൻ ആനലിറ്റിക്കലായിട്ടാണ് പറയുന്നത്, ഏതെങ്കിലും റൂളിംഗ് പാർട്ടിക്ക് നാഷണൽ ലെവലിൽ ജയിക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ ഇത് കൊണ്ടുവന്നിട്ട് വെച്ചാൽ ഈ അനാലിസിസ് വരെ പറയുന്നു ഈ സ്റ്റേറ്റും സെന്ററിന്റെയും ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് ആൻഡ് സെന്ററിന്റെ ഇവാലുവേഷൻ ഡിഫറൻസസ് ബ്ലർ ചെയ്യുന്നു. പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ വോട്ട് ചെയ്യുമ്പോൾ ഈ അമേരിക്കയിൽ പറയുന്നത് ഡൗൺ ദ ബാലറ്റ് എന്നാണ് പറയുന്നത്, ഡൗൺ ദ ബാലറ്റ്. അപ്പൊ ഒരു ബാലറ്റിൽ തന്നെ മിക്കവാറും ഒരു ബാലറ്റിലായിരിക്കും ഈ കാൻഡിഡേറ്റ്സിന്റെ പേരുകളെല്ലാം ഒരു ബാലറ്റിലായിരിക്കും. അപ്പൊ ഒരു ബാലറ്റിൽ എല്ലാം ഒരു സിമ്പിളിൽ വോട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് സെപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി വേണം. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളുടെ പേര് പറയുന്നത്. ഇത്രയും വലിയ രാജ്യങ്ങളെക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെയാണ് എല്ലാത്തിനെയും കൂടെ ഒരു ബാലറ്റിലാക്കാൻ ശ്രമിക്കുന്നത് പോപ്പുലേഷൻ വൈസ്. അപ്പൊ നമുക്ക് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ഫോർ സ്റ്റേറ്റ് ആൻഡ് സെന്റർ ഇല്ലാതാകും. എല്ലാം കൂടെ ഒരു ബാലറ്റിൽ കുറെ പാർട്ടി സിമ്പിൾസ് കാണും, അതിൽ വോട്ട് ചെയ്യുക. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് യൂണിയനും സ്റ്റേറ്റിന് വോട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന്റെ പെർഫോമൻസ് എന്താണ്, യൂണിയന്റെ പെർഫോമൻസ് എന്താണ്, കുറെ കൂടെ ആൾക്കാർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടാകും. അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാകും. സ്റ്റേറ്റ് ഗവൺമെന്റ് പെർഫോമൻസ് ആയാലും യൂണിയൻ ഗവൺമെന്റ് പെർഫോമൻസ് ആയാലും. അപ്പൊ ഇങ്ങനെ ചെയ്യും ഇത് ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റി, അബിലിറ്റി ടു വോട്ട്, ജനങ്ങളുടെ ഒരു ക്വാളിറ്റി ഓഫ് ദ വോട്ടിനെ തന്നെ ഇത് ബ്ലർ ചെയ്യാൻ, ഡൈല്യൂട്ട് ചെയ്യാൻ. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ നാഷണൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വളരെ കോംപ്ലക്സിറ്റി ഉള്ള രാജ്യത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇല്ലാതാകും. അപ്പൊ ഈ വളരെ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഇതാണ് മെയിൻ ഇതിലുള്ള ഇഷ്യൂസ് ഓഫ് കൺസേൺ. ഈ ടേം ലിമിറ്റ് വെക്കുന്നു, ഒരു ലിമിറ്റഡ് ടേമിലേക്ക് സെക്കൻഡ് ഗവൺമെന്റ്. അപ്പം സ്കോപ്പ് ഫോർ മൾട്ടിപ്പിൾ ഇലക്ഷൻസ് കൂടുകയാണ്. ആക്ച്വലി ഷോർട്ട് ടേം ഇലക്ഷൻസിന്റെ സ്കോപ്പ് കൂടുകയാണ്. വൺ നേഷൻ മെനി ഇലക്ഷൻസ് ആകുന്നത്. ആക്ച്വലി ആ സ്റ്റെബിലിറ്റി ഇല്ലാതെ സർക്കാരുകൾ വീഴുകയും ബാക്കിയുള്ള 6 മാസത്തേക്ക് ഒരു സർക്കാർ വരും. 6 മാസം ബാക്കിയുള്ളപ്പോൾ ആ സർക്കാരിനെ വീഴ്ത്തിയാൽ 3 മാസത്തേക്ക് ഒരു അസംബ്ലി വരും. അപ്പൊ ഈ അസംബ്ലിയിലും മത്സരിക്കാനും സർക്കാർ ഉണ്ടാക്കാനും ഒക്കെ വളരെ വലിയൊരു അൺലിമിറ്റഡ് പോസിബിലിറ്റി കൊണ്ട് ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ഗെയിം ഇവോൾവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് വരികയാണ്. അപ്പൊ വലിയൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഗ്രാജുവലി പവർ സെൻട്രലൈസ് ചെയ്യാനാണ്. ഈ ഓളിഗാർക്കി എന്ന് വെച്ചാൽ പവർ ഹാസ് ടു ബി സെൻട്രലൈസ്ഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാടില്ല. അപ്പൊ എല്ലാ തലത്തിലും പവറിനെ സെൻട്രലൈസ് ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ കൊണ്ടുവരിക. അതിലൂടെ ഒരു മതരാഷ്ട്രം, ഞാൻ പലപ്പോഴും പറയുന്നത് മതരാഷ്ട്രം അത് കഴിഞ്ഞു. നമ്മളൊക്കെ ഈ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, ട്രെയിൻ എപ്പോഴും വൈകുന്നതുകൊണ്ട് കുറച്ച് താമസിച്ച് പോകുന്നു, ആരെങ്കിലും സ്വീകരിക്കാൻ പോകുന്നു. നമ്മൾ വിചാരിക്കുന്നത് ട്രെയിൻ വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ട്രെയിനിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആക്ച്വലി ട്രെയിൻ വന്നു കഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ ആക്ച്വലി ഇവിടെ ഒരു നേസന്റ് അൺഡിക്ലെയർഡ് ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞു. നമ്മളെല്ലാം പറയുന്നു അൺഡിക്ലെയർഡ് ഇമർജൻസി എന്ന് പറയുന്നത്. ഇത് അൺഡിക്ലെയർഡ് ഇമർജൻസി അല്ല, അൺഡിക്ലെയർഡ് ഹിന്ദു രാഷ്ട്രമാണ്.
ഈ അൺഡിക്ലെയർഡ് ഹിന്ദു രാഷ്ട്രം അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു അയോധ്യ ഗവൺമെന്റ് ഉണ്ടാവില്ല. ഇവിടെ ഈ മോസ്കോയുടെ അടിയിലുള്ള ഡിഗ്ഗിങ് നടക്കില്ല. സുപ്രീം കോടതി പറഞ്ഞിരിക്കല്ലേ, ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ നേരത്തെയുള്ള ചീഫ് ജസ്റ്റിസ് ഇത് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഡിഗ് ചെയ്തോളൂ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതും പല കാര്യങ്ങൾ എവിടെ ചെന്നാലും വളരെ ക്ലിയർ ആയിട്ട് ഒരു ഹിന്ദു രാഷ്ട്രം ഇവിടെ നിലനിൽക്കുകയാണ്. അതിന്റെ നേസെന്റ് ആണ്, അത് ഇനിഷ്യൽ സ്റ്റേജസ് ആണ്. പക്ഷെ അത് വന്നു കഴിഞ്ഞു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സബോർഡിനേറ്റ് ഡോക്യുമെന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ആർട്ടിക്കിൾ 16 ഓഫ് ദ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് 1789 പറയുന്നത് where rights are not secure and where there is no separation of powers. Rights secure ആകണമെങ്കിൽ separation of powers വേണം. എന്നാലേ ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഈ എക്സിക്യൂട്ടീവിനെ ചെക്ക് ചെയ്യുള്ളൂ. where rights are not secure and there is no separation of powers, that country has no constitution എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ചുമ്മാ ഒരു പേരല്ല, ഒരു സബ്സ്റ്റൻസ് ആണ്. The prevalence of a form of government where there is protection of rights and separation of powers. അതില്ലെങ്കിൽ that country has no constitution എന്നാണ് ഈ 1789 റൈറ്റ്സ് ഓഫ് മാൻ പറയുന്നത്, ആർട്ടിക്കിൾ 16. നമ്മളിപ്പോൾ ആ സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നു. ഇനി എന്തായിരിക്കും ഇതിന്റെ പരിണാമം? ഒരു സെക്യൂരിറ്റി, ഒരു പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ. സെപ്പറേഷൻ ഓഫ് പവർ കാണുന്നില്ല. എത്രയോ ആൾക്കാർ എത്രയോ നാളിന് ജയിലിൽ കിടക്കുന്നു. ചില ആൾക്കാർക്ക് കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ചില ആൾക്കാർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കും. അപ്പം വാസ്തവത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോ ലോnger ഓപ്പറേറ്റിംഗ് ഫുള്ളി. അതിനെ സുപ്പീരിയർ ആയിട്ട്, അതിനേക്കാൾ മുകളിൽ മതമൂല്യങ്ങളെ പല തരത്തിലും സർക്കാരും പല ജഡ്ജ്മെന്റ്സിലും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതി പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഇസ് ധർമ്മ. ധർമ്മ എന്ന് വെച്ചാൽ സനാതന ധർമ്മം. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഇസ് ധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാം കൂടെ സെൻട്രലൈസ്, എല്ലാ ആസ്പെക്ട് ഓഫ് ലൈഫും സെൻട്രലൈസ് ചെയ്യണം. എന്നിട്ട് ഈ സ്റ്റേറ്റ്സിനെ തന്നെ ഇല്ലാതാക്കണം എന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് പാടില്ല, ഈ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് മാത്രമേ പാടുള്ളൂ എന്നാണ്. അപ്പൊ അവർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിനെ ഈ മൾട്ടി ലിംഗ്വിസ്റ്റിക് ഒക്കെ ആക്കിയിട്ട് അതിൽ ഹിന്ദി മാത്രം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു എന്താണ് സ്റ്റേറ്റ് എക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആർ ഒക്കെ ആയിരിക്കും താഴെ ആയതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് ആർ ഒക്കെ ആകും. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആക്കി മാറ്റി സ്റ്റേറ്റ്സിനെ തന്നെ ഇല്ലാതാക്കണം എന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. ആ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പാടില്ല, ഡെമോക്രസി പാടില്ല എന്നുള്ളൊരു കൾച്ചർ ഗുജറാത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഗുജറാത്ത് സർക്കാർ കുറെ വർഷമായി കൺസെൻസസിലൂടെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ ഇല്ലാതെ, തെരഞ്ഞെടുപ്പില്ലാതെ കൺസെൻസസിലൂടെ പഞ്ചായത്ത് ഒഫീഷ്യൽസിനെ തിരഞ്ഞെടുത്താൽ ആ പഞ്ചായത്തുകൾക്ക് എക്സ്ട്രാ പണം കൊടുക്കുക ഗുജറാത്തിൽ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സിറ്റുവേഷൻ വരും, ഒരു കൺസെൻസസോടുകൂടി ഒരു ചീഫ് മിനിസ്റ്റർ എം എൽ എമാരെയും ചീഫ് മിനിസ്റ്ററൊക്കെ സെലക്ട് ചെയ്താൽ എക്സ്ട്രാ പ്ലാൻ ഫണ്ട്സ് തരും. എന്തിനാ തെരഞ്ഞെടുപ്പ്? ഈ റിപ്പോർട്ട് വായിച്ചാൽ തെരഞ്ഞെടുപ്പ് എന്തോ വലിയ അപകടമാണ്, വളരെ ഒരു വേസ്റ്റഡ് എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയുന്നു. ഇവർ പറയുന്നു നാഷണൽ കമ്മീഷൻ ഫോർ റിവ്യൂ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 2002 ജസ്റ്റിസ് വെങ്കടചലയ്യ ഹെഡ് പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് അദ്ദേഹത്തിന്റെ സമയത്ത്. അതിൽ സോഡി സോറാജിയും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ റിപ്പോർട്ടിൽ ഇവർ പറയുന്നത് ഈ നാഷണൽ കമ്മീഷൻ urged to have simultaneous elections. അത് വായിച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രൽ റിഫോംസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റും ആവശ്യമില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് അവര് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രൽ റിഫോമിനും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന് ആവശ്യമില്ലാന്ന് കമ്മീഷൻ പറയുന്നു. ആ കമ്മീഷന്റെ ആക്ച്വൽ റെക്കമെൻഡേഷൻ എന്താണ്? ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ടു ദി എക്സ്റ്റെന്റ് പോസിബിൾ നടത്തുകയാണ്. പക്ഷെ ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് അത്
കമ്പൽസറി ആയിട്ട് നടത്തണമെന്ന് അവര് റെക്കമെൻഡ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഈ റിപ്പോർട്ട് വായിച്ചാൽ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് കിട്ടുന്നത്. അവരിത് റെക്കമെൻഡ് ചെയ്തു. പക്ഷെ ഇത് റെക്കമെൻഡ് ചെയ്തെല്ലാം ഇവർ കൺട്രോൾ ചെയ്യുന്ന ബോഡീസാണ് റെക്കമെൻഡ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു മാറ്റം വേണമെങ്കിൽ വാസ്തവത്തിൽ സ്റ്റേറ്റുകളിൽ നിന്ന് ഡിമാൻഡ് വരണ്ടേ? ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റുകളിൽ നിന്നൊരു ഡിമാൻഡ് വന്നിട്ട് ആ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റ്സും കൂടെ ഒരുമിച്ചല്ലേ ഡിമാൻഡ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു നമുക്ക് സൈമൾട്ടേനിയസ് ഇലക്ഷൻ വേണം. ഇത്ര വലിയൊരു ഫൈനാൻഷ്യൽ ബേർഡൻ, അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ, നെഗറ്റീവ് ഫാക്ടറാണ് ഇലക്ഷൻസ് എങ്കിൽ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇത് ഫീൽ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പബ്ലിക് ഇത് ഫീൽ ചെയ്യുന്നില്ല? ഗവൺമെന്റ്സ് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം എന്തുകൊണ്ട് വരുന്നില്ല? അപ്പൊ ഇതൊരു സ്റ്റേറ്റ്സിന്റെ ഡിമാൻഡ് ഇല്ലാത്ത ഒരു അമെൻമെന്റ് ആണ്. അത് EWS അതുപോലെയല്ലേ, പാതിരാത്രി 10 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയല്ലേ. എന്തുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ പാസ്സാക്കി? ബിക്കോസ് ഇത് ഈ നല്ല കാര്യമൊന്നും ഇങ്ങനെ ഒളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒളിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മോശപ്പെട്ട കാര്യങ്ങളല്ലേ. അതുകൊണ്ട് EWS അതുപോലെ പെട്ടെന്ന് കൊണ്ടുവന്നു. ഒരു ഡിമാൻഡ് എവിടെ നിന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നുവെച്ചാൽ അവർക്കറിയാം ഇത് തെറ്റാണെന്ന്. അതുപോലെ തന്നെ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ, സൈമൾട്ടേനിയസ് ഇലക്ഷൻസിനും എന്തെങ്കിലും ജെന്യൂൻനെസ് ഉണ്ടായിരുന്നെങ്കിൽ, എന്തുകൊണ്ട് അത് വേണമെന്നൊരു ഡിമാൻഡ് ഈ രാജ്യത്തില്ല? ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനും ഇതുമായിട്ട് അലൈൻ ചെയ്യാൻ പോവുകയാണ് എല്ലാ ഇലക്ഷൻസും. അപ്പൊ നമ്മളെ ഒരു മിലിറ്ററി ടൈപ്പ് റൂളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഇത് വെറും ഒരു ടോപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു വൺ മോർ സ്റ്റെപ്പ് ടുവേർഡ്സ് ടെറേനിയൻ ഡിക്റ്റേറ്റർഷിപ്പ് മാത്രമാണ്. അത് നത്തിങ് സർപ്രൈസ്. നമ്മൾ ആ പാതയിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹിന്ദു രാഷ്ട്രം എന്ന് വെച്ചാൽ വാസ്തവത്തിൽ വർണ്ണധർമ്മത്തിന്റെ വർണ്ണ വ്യവസ്ഥയുടെ ഭരണമാണ് ഹിന്ദു രാഷ്ട്രം. ആക്ച്വലി ഈ രാജ്യത്ത് നടക്കുന്നത് വർണ്ണഘടനയും ഭരണഘടനയും തമ്മിലുള്ള സിവിൽ വാറാണ് നടക്കുന്നത്. ഭരണഘടനയെ തള്ളി മാറ്റി വർണ്ണഘടനയെ തിരിച്ചു കൊണ്ടുവരാനുള്ള സിവിൽ വാറാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ. ബിക്കോസ് വൺ നേഷൻ നോ ഇലക്ഷൻ, അതാണ് അവരുടെ റിയൽ എയിം. വൺ നേഷൻ വൺ ഇലക്ഷൻ ഒരു സ്റ്റെപ്പാണ്. വൺ ഇലക്ഷൻ നോ ഇലക്ഷനിലേക്ക് അവർ പോകും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ചില ഈ പ്രിലിമിനറി പോയിന്റ്സ് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത്. മിസ്റ്റർ രാധാകൃഷ്ണനോട് കേട്ടിട്ട് നമുക്ക് വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് വേണുഗോപാൽ സാർ മുന്നോട്ട് വെച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രം ഭരണഘടനയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടന വിദഗ്ധന്മാരിൽ ഒരാൾ എന്ന് നമ്മൾ ആദരിക്കുന്ന വേണുഗോപാൽ സാർ പറഞ്ഞത് വ്യക്തമായി പറഞ്ഞത് ഇന്ത്യ ഫലത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതിൻ്റെ ഒരുതരം പൂർത്തീകരണത്തിലേക്കുള്ള ഒരു ഘട്ടമാണ് ഈ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്ന് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ സാറിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു പത്രപ്രവർത്തകൻ്റെ കുറെ കൂടി പരന്ന നിരീക്ഷണത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അതേക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും. ഞാൻ സംസാരിക്കാനായിട്ട് രാധാകൃഷ്ണൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ നമ്മുടെ രാഷ്ട്രം ഇന്ന് നേരിടുന്ന, രാഷ്ട്രത്തിന് മുമ്പിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ച ഈ സംഘടനയ്ക്ക്, ജനാധിപത്യവേദി വ്യക്തിവാദി സംഘവും ചേർന്ന് നടത്തുന്ന ഈ ചടങ്ങ്, വാസ്തവത്തിൽ ഈ ചർച്ച വളരെയധികം അഭിനന്ദനാർഹമാണ്. കാരണം നമ്മുടെ ഓരോ വ്യക്തിയെയും, ഇന്ത്യയിലെ ഓരോ വ്യക്തിയെയും, ഓരോ പൗരനെയും വളരെ ആഴത്തിൽ തന്നെ സ്പർശിക്കുകയും ബാധിക്കുകയും നമ്മുടെ ഭാഗധേയങ്ങളെ തന്നെ പല രീതിയിൽ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തീരുമാനമാണ് ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പേരിൽ ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം. വാസ്തവത്തിൽ ഈ വാക്കുകൾ എങ്ങനെയാണ്
വിവിധ സന്ദർഭങ്ങളിൽ വാക്കുകളുടെ അർത്ഥം മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ അർത്ഥത്തിന്റെ പൂർണ്ണമായിട്ടും അതിനൊരു വിരുദ്ധ അർത്ഥത്തിലേക്ക് ഒരു വാക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ജോർജ് ഓർവെൽ പറഞ്ഞ പോലെ സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, സ്നേഹമെന്ന് പറഞ്ഞാൽ വൈരമാണ്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അമിതാധികാരമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നേരെ വാക്കുകളുടെ അർത്ഥം തല കീഴായി മാറിപ്പോകുന്നതാണ് പ്രത്യേകിച്ച് ഈ സമഗ്രാധിപത്യ കാലത്തിന്റെ ഒരു സവിശേഷത. ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഐക്യം എന്നുള്ള ഒരു ചെറിയ, ഇപ്പൊ എല്ലാ സ്ഥലത്തും ഈ നാഷണലിസം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഒരു പക്ഷേ പലരും അല്ലെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷം ജനങ്ങളും ഇന്നത്തെ കാലത്ത് ധരിക്കുന്നത് ഇതൊരു വളരെ വളരെ മനോഹരമായ, വളരെ നല്ല, പൂർണ്ണമായിട്ടും ഒരു നന്മയുടെ പര്യായമായ വാക്കാണെന്നാണ്. പക്ഷെ നമുക്ക് അറിയാത്തത് ചരിത്രം എത്ര ഹ്രസ്വമാണ് നമ്മുടെ ഓർമ്മ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതെന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ടിനെ ഏറ്റവും തകിടം മറിച്ച് കളഞ്ഞത് ഈ നാഷണലിസം എന്ന വാക്കിന്റെ പേരിൽ നടത്തിയ പേക്കൂത്തുകളാണ് എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിറ്റ്ലറിന്റെ ആയാലും 2ാം ലോക മഹായുദ്ധമായാലും മറ്റെല്ലാ അമിതാധികാര സ്വഭാവത്തിന്റെയും ഒരു പ്രത്യേകത, നമ്മളെന്തോ ഒരു വളരെ നല്ല കാര്യമാണ് ഈ നാഷണലിസം, ദേശീയത എന്ന് പറയുന്ന അർത്ഥത്തിൽ. തീർച്ചയായിട്ടും ദേശസ്നേഹം, ദേശപ്രേമം, രാജ്യത്തിനോടുള്ള അഭിമാനം എന്നൊക്കെ ഉള്ളത് വളരെ വളരെ മനോഹരമായ കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിലൂടെ, ആ വാക്കുകളിലൂടെ ഒളിച്ചു കടത്തുന്നത് ഒരു ഭീകരമായിട്ടുള്ള ഒരു പരവിദ്വേഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരാശയമാണ്. അതുകൊണ്ടാണ് ഹിറ്റ്ലറിന്റെ പാർട്ടിക്ക് തന്നെ നാഷണലിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കാൻ കാരണം. ഈ നാഷണലിസം എന്ന് പറയുന്നത് എത്ര വേഗമാണ് അതിന്റെ അൾട്രാ നാഷണലിസമായിട്ടും ജിങ്കോയിസമായിട്ടും വളരെ വലിയ അപകടങ്ങളിലേക്ക് മനുഷ്യരെ എല്ലാവരെയും, കാരണം അതിൽ വിശ്വസിക്കുന്നവരെ പോലും ദുരന്തത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു ഭ്രാന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വാസ്തവത്തിൽ ഇന്ന് പലരും അത് ശ്രമിക്കുന്ന പോലുമില്ല. ഒരു നാഷണലിസ്റ്റ്, ഞാനൊരു നാഷണലിസ്റ്റാണ്, ഒരു നാഷണലിസം എന്ന് പറയുന്നതിന് 2 വശങ്ങളുണ്ട്. ഒരു നാഷണലിസം എന്ന് പറയുന്നത് അതിന്റെ എല്ലാ നല്ല വശങ്ങളും ഒരു പരിധിക്ക് അപ്പുറം നടക്കുമ്പോഴേക്കും അത് വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ പറയുന്ന ആ വാക്കുകളുടെ പ്രത്യേകതയാണ് ഒരു നാഷണലിസ്റ്റ്. അതുപോലെയാണ് ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും ഒരു കൂട്ടായ്മയുടെയും സൗഹൃദത്തിന്റെയും സോളിഡാരിറ്റിയുടെയും ഒക്കെ ഒരു സൂചനയാണ് നൽകുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ നടപ്പാക്കാനുള്ള ഒരു കാപട്യത്തിന്റെ, ഒരു കള്ളത്തരത്തിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഈ നല്ല വാക്കുകളിലൂടെ വലിയ വലിയ കെട്ട കാര്യങ്ങൾ ഒളിച്ചു കടത്തുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് ഈ ഐക്യം, ഒരുമ എന്നൊക്കെയുള്ള വാക്കുകളിലൂടെ നമ്മളെ പരസ്പരം അങ്ങേയറ്റം ശത്രുക്കളാക്കി മാറ്റുന്നതിലും നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആയ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയൊക്കെ ശത്രുക്കളായി കാണാനുമുള്ള ഒരു വലിയ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ എന്താ പറയുക, ദേശീയത അല്ലെങ്കിൽ മുതലായിട്ടുള്ള വാക്കുകളിലൂടെ അവർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിന്റെ മാത്രം ഒരു ഐസൊലേഷൻ, അതിനെ മാത്രമായിട്ട് കാണാനേ കഴിയില്ല. അതിനെ സംബന്ധിച്ചുള്ള അതിന്റെ പല വിവിധ വശങ്ങൾ ഇപ്പോൾ ഇതിനകം തന്നെ സമഗ്രമായി തന്നെ ഡോക്ടർ മോഹൻ ഗോപാൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഭരണഘടനയെ സംബന്ധിച്ചും മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചും ജനാധിപത്യത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിലപാടുകളുള്ള, അത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തിയാണ് ഡോക്ടർ മോഹൻ ഗോപാൽ. കേരളത്തിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അദ്ദേഹം 1-ാം സ്ഥാനത്ത് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അറിവ്. അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അതിന്റെ അപകടങ്ങളെ കുറിച്ച് നമുക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ
അത് മാത്രമായിട്ട് ഇങ്ങനെ പല ചില നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതിങ്ങനെ അതിന് ഇതുണ്ട്, ഇത് പിന്നെ തെരഞ്ഞെടുപ്പ് കൊണ്ട് എന്താ പറയുക മനം മടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മഹാമുഷിഞ്ഞിരിക്കുന്ന നമ്മുടെ സാമ്പത്തികമായിട്ടും നമ്മുടെ ശാരീരികമായിട്ടും ചിന്താപരമായിട്ടും ഒക്കെ നമ്മളെ നിരന്തരം തെരഞ്ഞെടുപ്പുകളിലേക്ക് വലിച്ചിറക്കുന്നു പോകുന്നവരൊക്കെ ഒരുപാട് പേര്, അതിനെക്കുറിച്ച് വളരെ വിഷമമുള്ള, അതിനെക്കുറിച്ച് വളരെ ഉത്കണ്ഠകളുള്ള ഒരുപാട് പേരുണ്ട്. ഒരുതരം ഫറ്റീഗ് എന്ന് പറയുന്ന വികാരമുള്ള എല്ലാവർക്കും ഉണ്ട്. കാരണം എപ്പോഴും തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പാണെങ്കിൽ വളരെ ക്ഷുദ്രമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നടക്കുന്നു, വലിയ തെറ്റുകൾ മാത്രമാണ് അതിന് കടന്നു കയറുന്നത്, അതൊക്കെയുള്ള ശരിയായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ കൂടെ ആകർഷിക്കാനുള്ള ഒരു വലിയ തട്ടിപ്പ് ആണ് ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മാത്രമായിട്ടല്ല കാണുന്നത്, എങ്ങനെയാണ് ഒരു സമഗ്രാധിപത്യത്തിന്റെ, ഫാസിസത്തിന്റെ ഒരു വലിയ അജണ്ടയുടെ ഒരു ഭാഗം മാത്രമാണ്. കാരണം എല്ലാവരും എല്ലാ തരത്തിലുള്ള നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെ തകർക്കുക എന്ന് പറയുന്നത് എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു വിഭാഗം, കാരണം അതിൽ ആധിപത്യം വഹിക്കുന്ന, എണ്ണത്തിലും മറ്റും ആധിപത്യം വഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ചിന്തകളും പ്രയോഗങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന ഈ ഏകീകരണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു മതം മതി, ഒരു തരത്തിലുള്ള ഭക്ഷണം, ആചാരം, മതം, വിശ്വാസം, ഭാഷ എല്ലാം ഒന്നായിട്ട് മാത്രം. അപ്പൊ നമ്മൾ ഒരു വശത്ത് നോക്കുമ്പോൾ എല്ലാം യൂണിറ്റിയാണ്. പക്ഷെ വാസ്തവത്തിൽ ഇതെന്താ ചെയ്യുന്നത്? മറ്റെല്ലാ വൈവിധ്യങ്ങളെയും തകർത്തുകൊണ്ട് ഒരു ഭൂരിപക്ഷത്തിന്റെ, മതമായാലും രാഷ്ട്രീയമായാലും അതിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടെന്നവർ കരുതുന്നവരുടെ അഭിപ്രായങ്ങളെ മറ്റുള്ള പേരിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിൽ. ഇതിൽ മാത്രമല്ല, എല്ലായിടത്തും മറ്റെല്ലാ രംഗങ്ങളിലും നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. എന്താണ് മതത്തിനെതിരായിട്ട്, മറ്റു മതങ്ങൾക്കെതിരായി നടക്കുന്നത്? പൗരത്വം പോലും ഇല്ലാതാക്കി കളയാനുള്ള ശ്രമങ്ങൾ, അതിൽ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഒന്നൊന്നായി എടുത്തു കളയുന്ന ഒരു സ്വഭാവം, ആ മതത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ സവിശേഷമായിട്ടുള്ള അതിന്റെ ശൈലികൾ, അതിന്റെ രീതികൾ എല്ലാം വലിയ അപകടമാണെന്ന് പറഞ്ഞ് അതിനെ മുഴുവൻ തകർത്ത് കളയുക. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത് ഒരു ഭൂരിപക്ഷത്തിന്റെ, രാഷ്ട്രീയമായിട്ടായാലും മതപരമായിട്ടായാലും ലിംഗപരമായിട്ടും ഒക്കെയുള്ള ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ. അപ്പൊ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും അതൊരു ലൈംഗിക വിചാരത്തിലായാലും പിന്നെ വിശ്വാസത്തിന്റെ പേരിലായാലും ദൈവവിശ്വാസത്തിന്റെ പേരിൽ എല്ലായിടത്തും എല്ലാ മൈനോറിറ്റീസിന്റെ, എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും അഭിപ്രായങ്ങളെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തുക എന്നുള്ളതിന്റെ ഭാഗമായി മാത്രമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന, ഇന്നിപ്പോ ഇന്ത്യയിലെ BJP മാത്രമല്ല, എവിടെയൊക്കെ സമഗ്രാധിപതികൾ അധികാരത്തിലേക്ക് വന്നു അവിടെയൊക്കെ ഈ തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഇതിന് വളരെ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു അത്ഭുതമേ വേണ്ട. എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത, ചരിത്രത്തിൽ അല്പം ഒരു പ്രാഥമികമായ ചരിത്രബോധമുള്ളവർക്ക് പോലും മനസ്സിലാവുന്ന തരത്തില്ല. അപ്പൊ ഇതിനെ ന്യായീകരിക്കാനുള്ള എല്ലാ സിദ്ധാന്തങ്ങളും വാസ്തവത്തിൽ എത്ര കപടമാണ് എന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. എന്താണ് ഇവർ പറയുന്നത്? 52 മുതൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ മുതൽ 67 വരെ ഇങ്ങനെയൊക്കെ നടന്നതാണ്. ഇതിന് ശേഷം, കാരണം ഒരേ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നതാണ്. പിന്നെന്താ ഒന്നുകൂടി 67 മുതൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്? ഇപ്പൊ എന്താണ് 67 മുതൽ വന്നത്? 67 മുതൽ വന്നത് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ധാരയുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ പലയിടത്തും പുതിയ ശബ്ദങ്ങൾ ഉയർന്നു വന്നു എന്നതാണ് 67 സംഭവിച്ചത്. 67 കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമായിരുന്ന ഒരു വലിയ അധികാരത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് പല സംസ്ഥാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുകയും അങ്ങനെ കോൺഗ്രസ് സർക്കാരുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പലയിടത്തും പരാജയപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ അതല്ലേ തെരഞ്ഞെടുപ്പിന്റെ സൗന്ദര്യം, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്നവരാണ്. 57 ആദ്യമായിട്ട് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റ് പ്രോജക്റ്റ് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണെന്ന് തെളിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ജനാധിപത്യ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിലേറ്റിയത് കേരളത്തിലാണ്. സ്വാഭാവികമായിട്ടും ആ കേന്ദ്ര അധികാരത്തിന്റെ ഭാഗമായിട്ട്, അമിതാധികാരത്തിന്റെ ഭാഗമായിട്ട് ആ സർക്കാരിനെ 2 വർഷം കഴിഞ്ഞ് പിരിച്ചുവിട്ടു. ആ 57 തുടങ്ങിയിരിക്കുന്ന ആ ജനാധിപത്യത്തിന്റെ ആ ഒരു പുതിയ വസന്തം
ഇന്ത്യയിൽ 47 ശേഷം 10 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളായി അഭിപ്രായ വൈജാത്യങ്ങൾ കൂടുതൽ പ്രകടമാക്കുകയും 67 ആയപ്പോൾ അത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് ജനാധിപത്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അത്രയും കാലം ആ 52 മുതൽ 67 വരെ ഇങ്ങനെ 67 ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പിന്നെ രാജ്യം മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പിന്നെ അവസ്ഥ മാറിയത്. അത് മാറിയതിന്റെ കാരണം ജനാധിപത്യത്തിന്റെ വളർച്ചയാണ്, ജനാധിപത്യത്തിന്റെ പുരോഗതിയാണ്. കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കൂടുതൽ സാക്ഷാത്കാരം ലഭിച്ചതിന്റെയും അഭിപ്രായ വൈജാത്യങ്ങൾക്ക് കൂടുതൽ പിന്നെ രൂപം ലഭിച്ചതിന്റെയും ഒക്കെ തെളിവാണ്. അപ്പൊ വാസ്തവത്തിൽ ആ ജനാധിപത്യത്തിലേക്ക് ജനാധിപത്യത്തിന് കൂടുതൽ സമ്പന്നമായ ജനാധിപത്യത്തിലേക്ക് പോകുന്ന ആ ഒരു യാത്രയാണ് ഇപ്പോൾ വീണ്ടും ഈ വഴിമുടക്കാനും അതിനെ അവസാനിപ്പിക്കാനും നടത്തുന്ന ഈ ശ്രമം എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളാണ് ഇത്രയും വലിയ ഒരുപക്ഷെ ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാല ചരിത്രത്തിലോ ഒരിക്കലും ഇല്ലാത്ത പോലെയുള്ള ഒരു വമ്പൻ മാറ്റങ്ങൾക്ക് വഴിവെളിക്കാൻ 2-3 കാരണങ്ങളാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ പറഞ്ഞ ചെലവ് കുറയും എന്നുള്ളതാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വലിയ അമിതമായ ചെലവ്, ഇന്ത്യയുടെ വിഭവങ്ങൾ കൂടുതൽ ഉത്തമമായ മാർഗങ്ങളിലൂടെ കൂടുതൽ ഭേദപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഇന്ത്യൻ വിഭവങ്ങളെ വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചെലവുകൾക്കായി പിന്നെ നഷ്ടപ്പെടുത്തി കളയുന്നു. അതിനെ അവസാനിപ്പിക്കാം, അപ്പൊ തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയും എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതാണോ ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് വളരെ സംശയാസ്പദമാണെന്നുള്ളത് സംശയമില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ ഇവിടുത്തെ ചെലവ് ഏതാണ്ട് 60,000 കോടി രൂപയാണ് ഇന്ത്യയിൽ അതിനുവേണ്ടി ചെലവായെന്നുള്ളത് ശരിയാണ്. നിയമപരമായും പിന്നെ അംഗീകരിക്കപ്പെട്ട ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 5,000 കോടി രൂപയും മറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി ചെലവായതെല്ലാം എന്താണ്? നിയമപരമായ രീതിയിലുള്ള ചെലവുകൾ ആയിരുന്നില്ല. വളരെ പലതരത്തിലുള്ള കള്ളപ്പണത്തിന്റെയും പിന്നെ പ്രവാഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ധൂർത്ത് ആയി തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഇതിനെ തടയാൻ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം കുറയ്ക്കുന്നുണ്ട്. നേരത്തെ മോഹൻ ഗോപാൽ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം വാസ്തവത്തിൽ കുറയാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതോടുകൂടി അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒഴുകുന്ന കള്ളപ്പണത്തെ നിയന്ത്രിക്കുക എന്നുള്ളതിനുള്ള ശ്രമം. ആ ഒരു ശ്രമത്തിന്റെ യാതൊരു ശ്രമവും ഇല്ലാതെ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു നല്ല കാര്യമാണ് എന്നുള്ള മട്ടിലേക്ക് ഇത് പോകുന്നത്. വാസ്തവത്തിൽ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം, കാരണം ഇപ്പോൾ നമ്മൾ സംഭവിക്കുന്നത് പണച്ചെലവുണ്ടാവുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർ അല്ലെങ്കിൽ പാർലമെന്റിൽ നമ്മളെ ഭരിക്കുന്നവര് ശതകോടീശ്വരന്മാരുടെ മാത്രമായിട്ടുള്ള ഒരു സഭയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബില്യനേഴ്സ് ആണ് ഒരു വശത്ത്, ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവര്, മറുവശത്ത് ഏറ്റവും വലിയ ശതകോടീശ്വരന്മാർ. ഇവരാണ് നമ്മൾക്ക് വേണ്ട നിയമങ്ങൾ എന്താവണം, നമ്മൾക്ക് വേണ്ട നയങ്ങൾ എന്താവണം, ഇന്ത്യക്ക് വേണ്ട നിയമങ്ങളും നയങ്ങളും എന്താവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശതകോടീശ്വരന്മാരുടെയും ക്രിമിനലുകളുടെയും ഒരു വലിയ സംഘം. വാസ്തവത്തിൽ അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളിയെ ഒരല്പം പോലും അഭിസംബോധന ചെയ്യാൻ ഇതിന് കഴിയുമോ സംശയമാണെന്ന് മാത്രമല്ല, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നത്തെ പൂർണ്ണമായിട്ടും സൈഡ് ട്രാക്ക് ചെയ്യാനും അത് ശ്രദ്ധ മാറ്റിക്കളയാനുമുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്കിത് കാണാൻ കഴിയൂ എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ പറഞ്ഞു, ഈ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും അഭിപ്രായം അല്ലെങ്കിൽ കേന്ദ്ര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന തരത്തിലുള്ള തന്നെ തെരഞ്ഞെടുപ്പ്, അതേ പ്രശ്നങ്ങളെ തന്നെ മുൻനിർത്തി ആകണം തെരഞ്ഞെടുപ്പ്. വാസ്തവത്തിൽ കേരളത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഏറെക്കുറെ ഏതാണ്ട് 90% തെരഞ്ഞെടുപ്പുകളും പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമായിട്ടാണ് ജനങ്ങൾ അതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്, വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ വളരെ കൃത്യമായ തെളിവാണ്. കാരണം നാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസിന്റെ പേരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അത് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളെ ദേശീയ തലത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന
പ്രശ്നങ്ങളെ അധികരിച്ച് നടക്കുന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ മറ്റൊരു രീതിയിൽ മനുഷ്യരെ ചിന്തിക്കുന്നതാണ്, അത് ചിന്തിപ്പിക്കുന്നതാണ്. അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും. ആ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അവിടെ വ്യത്യസ്തമായി ചിന്തിക്കുന്നത് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ, ഒരു പൗരന്റെ അടിസ്ഥാനപരമായ മൗലികാവകാശമാണ്. പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. പക്ഷെ വളരെ കൃത്യമായി അതിനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനം. കാരണം ഒന്നിച്ച് തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ വാസ്തവത്തിൽ ഇനി വരാമെന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പോലും ഇതിനൊപ്പം നടത്തുന്നതാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി തെരഞ്ഞെടുപ്പുകളെ നയിക്കാൻ പോകുന്നു, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിനെ സ്വാധീനിക്കുന്നതെല്ലാം ഒരുപക്ഷെ നമ്മുടെ തൊട്ട് നമുക്ക് എന്തായി തെരഞ്ഞെടുപ്പുകളുടെ ആവശ്യം എന്താണ്, നമുക്ക് ജനപ്രതിനിധികളുടെ ആവശ്യം എന്താണ്, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ജനപ്രതിനിധി തീരുമാനമെടുക്കുന്നത്, അയാളെ നയിക്കുന്ന അയാളുടെ കാര്യക്ഷമത, അയാളുടെ പ്രത്യയശാസ്ത്രം, അയാളുടെ മൂല്യബോധം, അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് തീരുമാനിച്ചാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു റോഡ് ഉണ്ടാവണോ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം എല്ലാ തെരഞ്ഞെടുപ്പുകളും ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം വഹിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അതിനെപ്പറ്റി ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നഷ്ടം ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക്, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വികസന ആവശ്യങ്ങൾക്ക്, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള മറ്റു വിവിധ തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒക്കെ വിരുദ്ധമായി ഒരുപക്ഷെ ഒരു ദേശീയമായിട്ടുള്ള ചില വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു തെരഞ്ഞെടുപ്പുകൾ. അപ്പൊ സംഭവിക്കാൻ പോകുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കിട്ടാനുള്ള സ്പേസ് പൂർണ്ണമായിട്ടും ഇല്ലാതാവും എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവും ഇല്ലാത്ത കാര്യം. അതുപോലെ തന്നെയാണ് നേരത്തെ ഡോക്ടർ മോഹൻ ഗോപാൽ പറഞ്ഞ പോലെ ചെറിയ പാർട്ടികൾ ഇല്ലാതായി പോകുന്നത്. വാസ്തവത്തിൽ ചെറിയ പാർട്ടികളുടെ സാന്നിധ്യം പലവട്ടം പറയുന്നത് മോശമാണ്, പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം കേരളം പോലുള്ള സ്ഥലത്ത് അതിന്റെ കുഴപ്പങ്ങളൊക്കെ ധാരാളമുണ്ട്. പക്ഷെ ഇവരെല്ലാം പ്രതിനിധീകരിക്കുന്നത് ഒരു വിഭാഗം ജനതയുടെ ഒരു പലതരത്തിലുള്ള ആശയാഭിലാഷങ്ങളെയാണ്. അപ്പൊ ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ദേശീയ പാർട്ടികളുടെ ഐഡിയോളജികളുടെയും ദേശീയ നേതാക്കളുടെയും വലിയ വലിയ സ്വാധീനവും ആധിപത്യവും മേധാവിത്വവും ഹെജിമണിയും നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഇതിൽ പരം ജനാധിപത്യ വിരുദ്ധമായ മറ്റെന്താണുള്ളത്? പിന്നെ എഫിഷ്യൻസി മൂന്നാമത്തെ കാര്യമാണ്. ചെലവ് കുറയുന്നു. രണ്ടാമത്തെ കാര്യം എഫിഷ്യൻസി, പിന്നെ തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം കുറയുന്നത് കാരണം ചെലവ് കുറയുന്ന. രണ്ടാമത്തെ കാര്യം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻസി, ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടക്കുന്നതാണ്. ആരെ വിശ്വസിപ്പിക്കാനാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ? എന്ത് അർത്ഥമാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്കുള്ളത്? എവിടെയാണ് അങ്ങനെ ഒരു ദേശീയ തലത്തിലുള്ള വലിയ ഒരു മാക്രോ തെരഞ്ഞെടുപ്പ് എക്സസൈസിന്റെ നടത്തിപ്പ് വാസ്തവത്തിൽ അതിനെക്കാട്ടിലും വളരെ ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും നടത്തുന്നത് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വികേന്ദ്രീകൃതമായിട്ടുള്ള ഭരണ വ്യവസ്ഥയ്ക്ക് മാത്രമാണെന്നുള്ളതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെയാണ് അത് മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് അതെന്ന് വ്യത്യസ്തമായി കാണുന്നത്? നമുക്കിവിടെ നമ്മുടെ ശക്തി, നമ്മുടെ തെരഞ്ഞെടുപ്പ് കേരളം പോലുള്ള സ്ഥലത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ഏറ്റവും കൂടുതൽ ഡീസെൻട്രലൈസേഷൻ നടന്ന, അധികാര വികേന്ദ്രീകരണം നടന്ന ഒരു സംസ്ഥാനവും സമൂഹമാണ് ഇവിടെ അതിന്റെ ഫലമാണ്. അതിന് ദോഷങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ എത്രയുണ്ടെങ്കിലും അതിന്റെ ഗുണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ദോഷങ്ങൾ വളരെ വളരെ കുറവാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അതും വ്യത്യസ്തമായിട്ട് കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങേയറ്റം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വലിയ ഒരു വ്യവസ്ഥയിലേക്ക് പോയാൽ അത് എങ്ങനെയാണ് അതിന്റെ ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഗവേണൻസ്, അതിന്റെ കാര്യപ്രാപ്തി മെച്ചപ്പെടുക? നേരെ മറിച്ചാണ് ഉണ്ടാവുക. കൂടുതൽ അത് കാര്യക്ഷമമല്ലാതായി തീരുകയും അത് കേന്ദ്രീകരിക്കപ്പെടുകയും തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഇങ്ങേയറ്റത്തെ ഏറ്റവും താഴെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ മുകളിൽ വരെ വരുന്നത് ഒരു വലിയ ഒരു അധികാര കേന്ദ്രീകൃത വ്യവസ്ഥയുടേതായ ഫലങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ചെലവ് കുറയുന്നത് ഈ ഇതിനകത്ത് തന്നെ ചൂണ്ടിക്കാണും. ഇതിനകത്ത് കിരൺ റിജു എന്ന് പറയുന്ന മന്ത്രി തന്നെ പറയുന്നുണ്ട്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ചെലവ് കൂടാനും പോകുന്നു. VVPAT മെഷീനെ പറ്റി പറയുന്നത് നമ്മുടെ ഇതുവരെയുള്ള ഈ VVPAT മെഷീനുകളെല്ലാം അതോടുകൂടി ഉപേക്ഷിക്കേണ്ടി വരും. അതോടുകൂടി ഏതാണ്ട് 1000 കോടി രൂപയുടെ ചെലവാണ് പുതിയ മെഷീൻസ് വരുന്നത്. അത് 10 വർഷം കൂടുമ്പോൾ അത് വീണ്ടും പുതിയത്. ഇതെല്ലാം വരാൻ പോകുന്നു. അപ്പൊ ചെലവ് വാസ്തവത്തിൽ കുറയാൻ പോവുകയല്ല. ഒരർത്ഥത്തിൽ ചെലവ് ചില സ്ഥലങ്ങളിൽ കുറയുമായിരിക്കും, പക്ഷെ അതിലെ പല മടങ്ങായിട്ട് അത് വർദ്ധിക്കുക മാത്രമാണ് ചെയ്യാൻ പോകുന്നുള്ളതിനെ ഒരു സംശയമില്ല. ഇനി ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ
എന്നെ മുമ്പ് പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വാസ്തവത്തിൽ ഇതിന്റെ സാധ്യത വളരെ ദുർബലമാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമുണ്ട്. 3-2 ഭൂരിപക്ഷം കിട്ടാതെ ഇതുപോലെയുള്ള ബില്ലുകളൊന്നും പാസ്സാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഒരുപാട് ഇത് പാസ്സാക്കി ഭരണഘടനാപരമായിട്ട് ഭരണഘടനാ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഗോപാൽ ഇരിക്കൊണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, കാരണം ഒരുപാട് ഭേദഗതികൾ ആവശ്യമാണ്. ഭരണഘടനാപരമായിട്ടുള്ള ഭേദഗതി, നിയമം, ജനപ്രാതിനിധ്യ നിയമം മുതലായിട്ടുള്ള നിയമങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രയോറിറ്റി. നമ്മുടെ മുമ്പിലുള്ള ഇന്ത്യയെ ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇത് എത്ര നിസ്സാരമാണ്. അവിടെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് യാതൊരു രൂപവുമില്ല. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയാണ്, വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തോട്. അതാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് ഈ ഭൂരിപക്ഷത്തിൽ വന്നിരിക്കുന്ന വലിയ ഇടിവ് വാസ്തവത്തിൽ ഇതിന്റെ സാധ്യത അങ്ങേയറ്റം ദുർബലമാക്കിയിട്ടുണ്ടെന്നുള്ള സംശയമില്ല. 3-2 ഭൂരിപക്ഷം എന്നുള്ളത് ഇന്നത്തെ കണക്കനുസരിച്ച് 70 സീറ്റെങ്കിലും കൂടുതൽ അത് പ്രതിപക്ഷത്തിന്റെ സൈഡിലാണ്. പ്രത്യേകിച്ച് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ കയ്യിലാണ് ആ വോട്ടുകൾ. അപ്പൊ 70 സീറ്റെങ്കിലും ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കൂടുതൽ കിട്ടിയാൽ മാത്രമേ 3-2 ഭൂരിപക്ഷം അവർക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ സംസ്ഥാനങ്ങളുടെ പകുതിയോളം സംസ്ഥാനങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതൊക്കെ നടക്കുമോ എന്നറിയില്ല. അതോടൊപ്പം തന്നെ പറയുന്നതല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ലിനാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള മാനദണ്ഡങ്ങളും നിയമങ്ങളൊന്നും തടസ്സമല്ല എന്ന് പറയുന്ന ഒരു സാധ്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവർ ഇത്രയും ആവേശത്തോടെ മുന്നോട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഡിസംബർ 17-ാം തീയതിയാണ് ഇത് കൊണ്ടുവന്നത്. ഉടനെ സംയുക്ത പാർലമെന്ററി സമിതിയെ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഉള്ളിൽ ഈ ഭരണ വ്യവസ്ഥയുടെ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വാസ്തവത്തിൽ ഏതൊക്കെയോ ചില വഴികൾ ഉണ്ടോ എന്ന് സംശയിക്കാറുണ്ട്. അതെന്താണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ ഗോപാലിനോട് തന്നെ നേരിട്ട് ചോദിക്കുകയായിരിക്കും നമുക്ക് അതിൽ. കാരണം എന്തുകൊണ്ടാണ് ഇത്രയധികം രീതിയിൽ ഇത് അസാധ്യമാണെന്ന് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇവർ ഇത്ര ആവേശത്തോടെ ഇത്ര ഉറപ്പോടെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇതിനെ കൂടുതൽ നിഗൂഢമായ മറ്റു വഴികൾ വല്ലതും കാണുന്നുണ്ട്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഭരണഘടന മാറ്റം തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കിട്ടുന്ന ഈ തിരിച്ചടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ഭരണഘടന ഇതിനകം മാറ്റിക്കളയുമായിരുന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. ഈ സെക്യുലറിസവും സോഷ്യലിസവും ഒക്കെ ഇതിൽ നിന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് 2025 ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. 2025 പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. RSSന്റെ 100ാം വർഷം എത്തുന്ന RSS 100ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അതിന്റെ ശതാബ്ദി വർഷമാണ്. ആ 100ാം വർഷം നടപ്പിലാക്കാൻ നേരത്തെ മോഹൻ ഗോപാൽ പറഞ്ഞതുപോലെ ഗോൾവാൾക്കറിന്റെ ഒരുപാട് ആശയങ്ങൾ നടപ്പിലാക്കാൻ പൂർണ്ണമായിട്ടും ബാധ്യസ്ഥത പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ 2025 ഇവരെന്തൊക്കെ ചെയ്തു, ആകെപ്പാടെ അതിനൊരു ചെറിയ തടസ്സം വന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ക്ഷീണമാണ്. പക്ഷെ അത് കഴിഞ്ഞ അവരുടെ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അവര് പുതിയ വിജയങ്ങൾ കൈവരിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇപ്പൊ 2025 ഈ RSSന്റെ ശതാബ്ദി വേളയിൽ ഇങ്ങനെ ഒരു അജണ്ടയുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഇതുപോലെ നമുക്ക് ദൃഷ്ടിഗോചരമായിരിക്കുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾക്ക് അപ്പുറത്ത് പല വഴികളും അവർ തേടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നീതിന്യായ വ്യവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ പക്ഷപാതങ്ങൾ, ഒരു അൺഡിക്ലയർഡ് ആയിട്ടുള്ള ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു മതരാഷ്ട്രം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞത് നേരത്തെ ഡോക്ടർ മോഹൻ ഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് പല രൂപങ്ങളിലൂടെയാണ് നമുക്ക് പ്രകടമാകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട രൂപമായി പ്രകടമായതായിരുന്നു നീതിന്യായ വ്യവസ്ഥ. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേയറ്റത്തെ പക്ഷപാതത്തിലേക്ക് പോയിരുന്ന ഒരു സുപ്രീം കോടതിയെ ഒരു അല്പമെങ്കിലും വ്യത്യസ്തമാക്കി നിർത്തിയതാണ് വെങ്കടരമണയുടെ വരവും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രചൂഡിന്റെ വരവും ഒക്കെ ഉണ്ടായത്. പക്ഷേ ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ ഇന്നിങ്സിൽ നടത്തിയിരുന്ന ഒരുപാട് അപകടങ്ങളെ പറ്റി നമുക്ക് വ്യക്തമായിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വരവ് വാസ്തവത്തിൽ ആ ഒരു പ്രക്രിയയ്ക്ക് വീണ്ടും ഒരു ആക്കം കുറച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും മറ്റെന്തൊക്കെയോ ചില അജണ്ടകൾ നിലവിലുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് ഈ ഭരണഘടനയുടെ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടനയുടെ എസെൻഷ്യൽ ക്യാരക്ടറിനെ തന്നെ കാരണം ഈ പരിപാടി ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയത്തിലേക്കാണ് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്.
അതുകൊണ്ട് ആ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ നടക്കാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ ഇപ്പോൾ യശോവാനന്ദ ഭാരതി കേസിലും ബൊമ്മായി കേസിലും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഈ എസെൻഷ്യൽ സ്ട്രക്ചറിനെ ആ ഒരു നിയമത്തെ ജഗ്ദീപ് ധൻകർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ രാജ്യസഭാ ചെയർമാൻ, ബംഗാളിന്റെ പഴയ ഗവർണർ, അദ്ദേഹം പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ എസെൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് വലിയ അപകടകരമായ കാര്യമാണ്. അതും നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു കപടമായിട്ടുള്ള വാദത്തിലൂടെയാണ്. ജനങ്ങളുടെ അധികാരത്തിന് പരമാധികാരമാണ് പാർലമെന്റിലുള്ളത്. ആ പാർലമെന്റിന് പോലും തൊടാൻ കഴിയാത്ത ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടാണ് ജഗ്ദീപ് ധൻകർ ഇതിനകം പ്രസംഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. കാരണം ഈ ഭരണഘടനയുടെ എസെൻഷ്യൽ ക്യാരക്ടർ മാറ്റാൻ പാടില്ല എന്നുള്ള ആ നിയമത്തിനെ പോലും മറികടക്കാൻ പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നാൽ ചിലപ്പോൾ കഴിഞ്ഞേക്കുമോ എന്നൊരു സംശയമുണ്ട്. എനിക്കിപ്പോൾ നിയമവിദഗ്ധനായ അദ്ദേഹത്തിനായിരിക്കും പറയാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ നിലവിലുള്ള നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും തകർക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ 2025 അവർ വരുമ്പോൾ വാസ്തവം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അട്ടിമറികൾ തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും ഇപ്പോൾ അവർ കാണിക്കുന്ന ഒരു അത്യുത്സാഹം, ഒരു അമിത ആവേശം വാസ്തവത്തിൽ വളരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള നിഗൂഢമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ചില നീക്കങ്ങളുടെ കൂടെ സൂചനകളാണ് എന്ന് സംശയിക്കാതിരിക്കാൻ വയ്യ. എങ്ങനെ ഇതിനെയൊക്കെ നിരന്തരമായി ചർച്ച ചെയ്യുകയും നിരന്തരമായി സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യാണ് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ കടമ. അതിന് വാസ്തവത്തിൽ ഈ രഹസ്യമായിട്ടുള്ള ഈ ശ്രമങ്ങളിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മനുഷ്യന് ഈ അധികാരം എന്ന് പറയുന്നത്, അധികാരത്തിനോടുള്ള ഒരു സഹജമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. തങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ, തങ്ങളുടെ സ്വന്തം ശരികൾ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതാണ് സാധാരണ മനുഷ്യരിൽ ഏറെ പേര്. അതിനെ അടിച്ചേൽപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വളരെ രഹസ്യമായി അതിനെ ഒളിച്ചു കടത്താനുമുള്ള വാസന എന്ന് പറഞ്ഞ മനുഷ്യ സഹജമാണ്. അതാണ് മനുഷ്യ സഹജവും ജീവി സഹജവുമാണ്. അതിനെ മാറ്റുന്നതാണ് ജനാധിപത്യം പോലെയുള്ള സിവിൽ സൊസൈറ്റിയുടെ ഇടപെടലുകൾ. നമ്മുടെ വന്യമായിട്ടുള്ള അങ്ങനെ വാസനകൾ ഇപ്പൊ തന്നെ എല്ലാ രംഗത്തും കാണാം. കാരണം ഒരു പക്ഷത്തിന്റെ അഭിപ്രായം, ഒരു പക്ഷത്തിന്റെ വിശ്വാസം, ഒരു പക്ഷത്തിന്റെ ആചാരം, ഒരു പക്ഷത്തിന്റെ അധികാരം ഉറപ്പിക്കുക എന്നുള്ളത്. കേരളം പോലെ സ്ഥലത്ത് നോക്കൂ. കേരളം അല്ല അധികാരത്തിനെ ആശ്രയിക്കുക, എണ്ണം പോലും അവിടെ പ്രശ്നമല്ല, അധികാരത്തിന്റെ സ്വരമാണ് കേന്ദ്രം. കേരളം പോലും സമൂഹത്തില് നമ്മളൊക്കെ മലയാളികൾ വിശ്വസിക്കുന്നത് നമ്മൾ താരതമ്യേന കൂടുതൽ ജനാധിപത്യ ബോധമുള്ളവരാണ്, കൂടുതൽ സെക്യുലർ വിചാരമുള്ളവരാണ്, മറ്റുള്ളവരുടെ വിചാരങ്ങളെ കുറിച്ച് വൈവിധ്യത്തെ ആദരിക്കുന്നവരാണ്. പക്ഷെ നമ്മളിലും ഇതുണ്ട് എന്നുള്ളതിന്റെ ഈ ക്രൗഡ് തന്നെ നോക്കൂ. ഇതിനകത്ത് കേരളത്തിലെ ജനസംഖ്യയിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ. ഇവിടെ നമ്മൾ ഈ മുഴുവൻ എടുത്ത ഇപ്പൊ ഈ താരയൊക്കെ വന്നതിന് ശേഷം അതിന് മുമ്പ് വേറൊരു വനിതയും വന്നിരുന്നു. ഈ 2 പേര് മാത്രമാണ് നമ്മളെ പോലെ ഉദ്ബുദ്ധമാണെന്ന് നമ്മൾ സ്വയം കരുതുന്ന, വളരെ ജനാധിപത്യപരമായി ചിന്തിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു സദസ്സിന് പോലും. അത് നമ്മൾ ആരെയും വ്യക്തിപരമായി ഒറ്റയ്ക്കോ 2 പേരായിട്ടോ തീരുമാനിച്ചതല്ല, നമ്മൾ ആണുങ്ങൾ മാത്രം കൂടിയാൽ മതി. പക്ഷെ ഇവിടെയുള്ള നമ്മൾ ഈ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകളിലുള്ള, നിയമപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഇല്ലെങ്കിൽ മനുഷ്യ സഹജമാണ് അവന്റെ അധികാരം, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നടന്നാൽ മതി എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ അതിനെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഒരു മതവിഭാഗത്തിന്റെയും ശക്തിയോടെ ഈ അധികാരത്തിനെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്, മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള ഭാഗമാണ്. അതിനെ തിരിച്ചറിയുക, ശബ്ദം ഉണ്ടാക്കുക മാത്രമാണ് ജനാധിപത്യത്തിന്റെ ശക്തി, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അതാണ്. അത് ചെയ്യാൻ വാസ്തവത്തിൽ ഇതും ഈ ഒരു പുതിയ ഈ സങ്കല്പവും വാസ്തവത്തിൽ നമ്മളെ സഹായിക്കുമെങ്കിൽ നമ്മൾ ഉറച്ചു നിന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് ശരിയല്ല, നേരത്തെ മോഹൻ ഗോപാൽ പറഞ്ഞ ഓ നോ എന്ന് തന്നെ നമ്മൾ ഉറച്ച് വിളിച്ചു പറയുക മാത്രമേ ഇതിന് മാർഗമുള്ളൂ എന്നോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.